തവ ചിക്കനാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഞാൻ മിനിഞ്ഞാന്നൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾ റെസിപ്പി ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ മിനിഞ്ഞാന്ന് തന്നെ ഞാൻ എന്തായാലും ഇതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തവ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം കളയാൻ വെച്ചിരിക്കുകയാണ്. തവ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കനാണ് നല്ലത്. ബോണോട് കൂടി ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്നുകൂടി ഉണ്ടാക്കാൻ എളുപ്പം ബോൺലെസ് ചിക്കനാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കാസ്റ്റ് അയൺ തവയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ഇരുമ്പിൻ്റെ തവയുണ്ടല്ലോ, അതാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ആണ് ഉള്ളതെങ്കിൽ അതും യൂസ് ചെയ്യാം. പക്ഷേ നോൺ സ്റ്റിക്കിൻ്റെത് കഴിയുന്നത് ഒഴിവാക്കുക. കാസ്റ്റ് അയൺ ഉണ്ടെങ്കിൽ അതെടുക്കുക, അതില്ലെങ്കിൽ ഇരുമ്പിൻ്റെ തവ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഈ പേസ്റ്റ് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി പേസ്റ്റിൻ്റെ കളറ് ചെറുതായിട്ട് മാറി വരണം. പിന്നെ നല്ലൊരു മണവും കൂടി വരാൻ തുടങ്ങും. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം തവയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിക്കനൊക്കെ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിന് അധികം കുഴിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ചിക്കൻ പെട്ടെന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ 2 സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പുറത്തേക്ക് പോവാതെ നമുക്ക് സൂക്ഷിച്ച് ചെയ്യാൻ പറ്റും. ഈ ചിക്കൻ ഇതുപോലെ ഒരു 10 മിനിറ്റോളെങ്കിലും ഇങ്ങനെ ഇളക്കി എടുക്കുക. ഈ ചിക്കൻ്റെ പിങ്ക് കളർ മാറിയിട്ട് ഒരു വൈറ്റ് കളറാവണം. പിന്നെ ചിക്കനിലുള്ള വെള്ളം കുറേയൊക്കെ ഒന്ന് വറ്റി വരികയും വേണം. തീ അല്പം കൂട്ടി വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. തീ കുറച്ച് ചെയ്യരുത്. ചിക്കൻ ഒരു ഒരു കല്ലിച്ചതുപോലെ ഉണ്ടാവും. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ഇപ്പോൾ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് ഇളക്കിയപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ചിക്കനിലും മസാല നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയുടെ കുരുവും വെള്ളമൊക്കെ ഞാൻ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുത്ത തക്കാളിയാണ്. ഒരു വലിയ തക്കാളി, ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ മല്ലിയിലയും കൂടി ചേർക്കാം. ഇതൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ ഇതൊന്നും മിക്സ് ചെയ്യുന്നില്ല. ഈ ചിക്കൻ എല്ലാം കൂടി ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് വെക്കാം. തക്കാളിയും പച്ചമുളകും മല്ലിയിലയും എല്ലാം മുകളിൽ ഇട്ടാൽ മതി, മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് വെച്ചതിന് ശേഷം മെല്ലെ ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഞാനിതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. തീ കുറച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് ചിക്കൻ വേവിച്ചത്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനും ഇതിൽ ചേർത്തിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഗീ ചേർത്താൽ മതി, അതായത് പശുവിൻ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി.
ബട്ടർ ചേർത്തിട്ട് ഈ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ഈ ബട്ടർ ചേർക്കുന്നത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാം. ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ തവ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനിത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ വേണം കഴിക്കാൻ. ചൂടോടുകൂടി ചപ്പാത്തിയുടെ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി തീർച്ചയായും ഇഷ്ടമാവും. ചിക്കൻ കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്